ഇപ്പോൾ വെർജിൻ ആയിരിക്കണം എന്ന് ഒരു വാശി പിടിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാമുകന്മാർ തമ്മിലും ഫ്രണ്ട്സ് തമ്മിലും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു ബന്ധം വന്നു, അത് എന്തെങ്കിലും കാരണവശാൽ തകർന്നു പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെർജിനിറ്റി അവിടെ പോയില്ലേ? അപ്പം നമ്മളത് വാശി അല്ല, പിടിച്ചിട്ട് അത് കാര്യമില്ല. നമ്മളെപ്പോഴും പണ്ട് കാലം മുതലേ സെക്കൻഡ് മാരേജിൽ പെടുന്നതാണല്ലോ. അത് നമുക്ക് ഇപ്പോൾ കല്യാണം കഴിച്ചു, ഒട്ടുമുക്കാലും വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നീ പെണ്ണുങ്ങളായിരിക്കും പ്രശ്നം, അല്ലേ പെണ്ണുങ്ങളുടെ അമ്മയായിരിക്കും പ്രശ്നം. കാരണം വെച്ചാൽ ഇത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചില സാഹചര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ വളർന്നു വരുന്നത്, ആ സാഹചര്യം നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന പുരുഷൻ്റെ വീട്ടിൽ കാണിക്കാൻ നല്ലതാണെങ്കിൽ കാണിക്കാം. അതല്ല, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. പിന്നെ സെക്സിൻ്റെ കാര്യത്തിൽ പൂർണ്ണ തൃപ്തരല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ചില ഫാമിലിയിൽ അവരുടെ അമ്മ അല്ലെങ്കിൽ ചില പിള്ളേർ വിളിച്ച് ചെക്കന്മാർ പറയാറുണ്ട്, ഓ അവൾ പാവം, പക്ഷേ അവിടെ അമ്മ ഭയങ്കര സാധനമായിട്ട് വെച്ച് ഒരു രക്ഷയില്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് മിണ്ടി കഴിഞ്ഞാൽ അവൾ ചെന്ന് അവിടെ അമ്മയോട് പറയാം അവിടെ പ്രശ്നങ്ങൾ. ഇതെല്ലാം പ്രശ്നങ്ങൾ വരും ഒരു പെണ്ണിൻ്റെ ലൈഫ് ഫ്ലോപ്പായി പോകാൻ. പിന്നെ ചില ആൺപിള്ളേരുണ്ട്, നമുക്ക് ഏത് രീതിയിൽ ഒരു സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത ചില പിള്ളേരുകളുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ എല്ലാം ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പം അങ്ങനെ ഫ്ലോപ്പായി പോകുന്ന ആൾക്കാർ സെക്കൻഡ് മാരേജ് എന്നുള്ള രീതിയിൽ അത് സർവ്വസാധാരണ ആണല്ലോ.